എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവേ അവിടുന്ന് നിറഞ്ഞ മനസ്സോടെ നമ്മളെ പഠിപ്പിക്കുന്നത് ആരെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വഹാബാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾക്ക് ഒരുപാട് കടമകളുണ്ട്. അതിൽപ്പെട്ടൊരു കടമ ഏതെന്നറിയോ? അതിൽപ്പെട്ട മർമ്മപ്രധാനമായ ഒരു കടമ ഏതെന്നറിയോ? അത് മറ്റൊന്നുമല്ല സ്വഹാബാ, നിന്റെ ഭാര്യയുടെ കണ്ണു നിറയുന്നതെന്ന് കണ്ടാൽ, നിന്റെ ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്നതെന്ന് കണ്ടാൽ, അവളുടെ അരികത്ത് പോയിരുന്നിട്ട് അവളുടെ സങ്കടങ്ങളും അവളുടെ വിഷമങ്ങളും അവളുടെ ദുഃഖങ്ങളെല്ലാം നീ ചോദിച്ചറിയുന്നവനാണോ? നീയാണ് ഉത്തമനായ ഭർത്താവെന്ന് അള്ളാന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ചെറുപ്പക്കാരാ, സഹോദരങ്ങളെ, പഠിച്ചുകൊള്ളുക. അതിന്റെ ഏറ്റവും നല്ല ഉദാത്തമായ ഉദാഹരണം ആരെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. പടച്ചവനെ, ആരാണ് ഖദീജ എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഇതുപോലെ സ്നേഹിച്ചൊരു പെണ്ണും ലോകത്തില്ല. എന്റെ പെങ്ങളെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഭാര്യന്റെ കണ്ണൊന്നു നിറഞ്ഞാൽ നിങ്ങൾ അവളോട് ചോദിക്കണം, എന്തിനാണ് കരയുന്നത്? എന്തിനാണ് വിഷമിക്കുന്നത്? എന്താണ് പെണ്ണേ നിനക്ക് പറ്റിയത്? നിന്റെ സങ്കടമേതാ? നിന്റെ പ്രയാസമേതാ? നിന്റെ ദുഃഖമേതാ? നിന്റെ നൊമ്പടമേതാണ്? അതെന്നോട് പറയുമോ മോളെ എന്ന് പറയുമ്പോ നിന്റെ പെണ്ണറിയാതെ പറയുമ്പോ ആ പെണ്ണിന് ഒന്നുകൂടെ സമാധാനം വരികയാണ്. എന്റെ ഭർത്താവിന്റെ സങ്കടങ്ങൾ കേട്ടല്ലോ. എത്രയോ വീടിന്റെ അകത്തട്ടില് ഭാര്യമാര് കിടന്ന് കരയുന്ന കണ്ടാലും മനസ്സ് കാണിക്കാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട്. നീ എന്ന് മാറിക്കിടന്ന് കരഞ്ഞോ? എന്തിനാണ് ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഭർത്താവുണ്ട്. അതേസമയം അരികത്ത് പോയിരുന്നിട്ട് എന്തിനാ കരയുന്നത്? നിന്റെ പ്രശ്നം എന്തെന്ന് പറയുമോ? നിന്റെ സങ്കടം എന്തെന്ന് പറയുമോ? നിന്റെ ദുഃഖം എന്തെന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയോട് നല്ല രീതിക്കൊന്ന് കടന്നു വരുന്ന എന്റെ പ്രിയമുള്ള ഭർത്താക്കന്മാരാണോ നിങ്ങൾ? വിജയിച്ചെന്റെ ചെറുപ്പക്കാരാ, അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയ സന്തോഷം ഏതെന്നറിയോ? നമ്മുടെ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് ചെറുപ്പക്കാര് കടന്നു വരുന്നുണ്ട്. ഒരുപാട് യുവാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്, ഉസ്താദേ അവക്ക് കൂടെ വല്ലതും കൊടുക്കുവോ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട്. എന്നാൽ എന്റെ മുഅ്മിനെ, പഠിക്കണം ചെറുപ്പക്കാരാ. മാതൃകയാണ് മദീനയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബിന്റെ, അള്ളാന്റെ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാത്തമായ ജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിന് പഠിക്കാൻ പറ്റിയ ഭർത്താവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ കേൾക്കാൻ, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും നമ്മുടെ ഭാര്യമാര് വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കാൻ, വിഷമിച്ചിരിക്കാൻ, നമ്മൾ എത്ര പേര് പിന്നെ അടുത്ത് പോയിട്ട് എന്താ എനിക്ക് പറ്റിയത്? നിന്റെ സങ്കടം പറഞ്ഞോ? നിന്റെ സങ്കടം പറയും, നിന്റെ വേവലാതി പറയും, നിന്റെ കണ്ണീര് പറയും, ഞാനൊന്നിപ്പോ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവിടുന്ന എത്ര ഭർത്താവുണ്ട്? വളരെ കുറവാണ്. നിങ്ങളെ കൊണ്ടൊന്നിനും ഇപ്പൊ കഴിയില്ലെങ്കിലും ഒരു ആശ്വാസത്തിന്റെ വാക്ക്. ഉമ്മ മരിച്ചു, ഭാര്യയുടെ ഉമ്മ മരിച്ചു. ആ ഉമ്മ മരിച്ച സമയത്ത് ഭാര്യ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് കണ്ണീരോടെ. ആ സമയം ഭർത്താവ് വരാൻ, ഓ ഇവളെ കൊണ്ടാകെ ഇടങ്ങേറായി, അവക്ക് മാത്രമേ ഉമ്മുള്ളൂ, അവക്ക് മാത്രമേ വാപ്പുള്ളൂ. അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ ഈ ഭാര്യയുടെ ഉമ്മക്ക് രോഗമാണ്, ഭാര്യയുടെ വാപ്പക്ക് രോഗമാണ് എന്ന് പറയുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു അനുവാദം വേണം. എന്ത് തന്റെ ഭർത്താവ് പോവാൻ
പറയണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇരിക്കാൻ. പക്ഷെ ഒരുപാട് സങ്കടം മനസ്സിന്റെ ഉള്ളിലുണ്ട്. ആ ഉമ്മായെ ഒന്ന് ചെന്ന് കണ്ടിരുന്നെങ്കിൽ, ആ ബാപ്പയെ ഒന്ന് ചെന്ന് കണ്ടിരുന്നുവെങ്കിൽ എത്ര സന്തോഷമായേനെ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ, ഭാര്യ വിഷമിച്ചിരിക്കുമ്പോ ഭർത്താവ് പറയും, അത് കുഴപ്പമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഫോണിൽ വിളിച്ചിട്ട് ചോദിക്ക് ഉമ്മാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്. എന്നാലും പറയില്ല, നീ പോവാൻ വേണ്ടി പറയില്ല, നീ പോക്കോ, നീ അവിടെ നീ പോയിട്ട് വാ എന്ന് പറയില്ല. അതേസമയം പറയും കുഴപ്പമില്ല, അത് പിന്നെ ഈ വയസ്സായ വിഷയക്കല്ല, വയസ്സായതുകൊണ്ട് പനിയൊക്കെ ഉണ്ടാകും. അതേസമയം യഥാർത്ഥപരമായി സ്നേഹമുള്ള ഭർത്താവ് എന്താ, തന്റെ ഭാര്യയുടെ മനസ്സറിയുന്നവനായിട്ട് മാറണമെന്നാണ്. അങ്ങനെ മനസ്സറിയുന്നൊരു ഭർത്താവാണെങ്കിൽ അവര് പറയും, ഇൻഷാ അല്ലാഹ് മക്കൾക്ക് ചോറ് കൊടുത്തെങ്കിൽ നീ ഒന്ന് ഒരുങ്ങ്, നമുക്ക് നിന്റെ ഉമ്മാന്റെ അരികത്തൊന്ന് പോയി വരാ, നിന്റെ ബാപ്പയുടെ അരികത്തൊന്ന് പോയി വരാ. ഒരു സ്നേഹമുള്ള ഭർത്താവിന്റെ ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ആ പെണ്ണിന്റെ ഉമ്മയെ, ആ പെണ്ണിന്റെ ബാപ്പയെ കാണാൻ പറഞ്ഞു വിടുന്ന ഒരാളാണ് യഥാർത്ഥ ഭർത്താവ്. ആരാ ഇത് പഠിപ്പിക്കുന്ന എന്നറിയോ? അള്ളാന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ റസൂൽ ചോദിച്ചല്ലോ, സയ്യിദത്തുൻ നിസാ ബീബി ആയിഷ, ആയിഷ ബീവിയോട് അല്ലേ? ആരാ? അബൂബക്കർ സിദ്ദീഖിൻ ആരംഭ പൂമോളെ, ആയിഷ പൂവഴകേ, ആദരത്വാഹ നബിയോടെ സൗജത്തായി വന്നൊരു പൊന്നോളിവേ, മഹദി മണിമുത്ത് ഒളിവർ കതിർവിത്ത് മാതൃക പൂമണവി, ഉത്തമലങ്കാരൻ പൂവായി മണം വീശും ഉമ്മഹാത്തുൽ മോമിനീൻ. ഒരു വേള മുത്തായ തങ്ങൾ വിളിച്ചല്ലോ, ആയിഷ നീ ഒന്ന് പോകാൻ പറഞ്ഞല്ലോ, പ്രിയ ഉപ്പ സിദ്ദീഖെ കണ്ട് മടങ്ങാലോ. ഉടനെ ചൊല്ലി ആയിഷയോടായി ചൊല്ലി, ആയിഷ ബിയദാ പോയിടുന്നേ, സിദ്ദീഖ് തങ്ങളെ കണ്ടിടുന്നേ, എന്റെ റസൂല് പറഞ്ഞതാണേ, ഉപ്പാനെ കാണാൻ മൊളിഞ്ഞതാണേ. അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, സിദ്ദീഖ് തങ്ങളുടെ മുമ്പില്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ഉപ്പാനെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ആരത്? ഭർത്താവ്. ഖിയാറുക്കും ഖിയാറുൽ അഹ്ലി, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലതുപോലെ എന്റെ ഭാര്യമാരോട് പെരുമാറുന്നത്, അതുപോലെ ആരും തന്നെ പെരുമാറാറില്ല, അതുപോലെ ആരും തന്നെ പെരുമാറാറില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാ, എനിക്ക് എന്റെ മൊബൈലിലൊക്കെ വാട്സപ്പിലൊക്കെ വിട്ടപ്പോഴാണ് ഞാനത് അൽഹംദുലില്ലാ മനസ്സിലാക്കുന്നത്. എല്ലാരും പറയാൻ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാരിൽ എത്ര ആളുകളോട് അങ്ങോട്ട് പറയും, നീ നിന്റെ ഉമ്മായൊന്ന് പോയി കണ്ടിട്ട് വാ, ഒരു 2 ദിവസം പിന്നെ നിന്റെ ഉമ്മാന്റെ അടുക്കലൊന്ന് പോയി നിൽക്ക്, നിന്റെ ബാപ്പയൊന്ന് പോയി കണ്ടിട്ട് വാ, നിന്നെ ഒരുപാട് പോറ്റി വളർത്തിയതല്ലേ. ചിന്തിക്കണം, നമ്മൾ എവിടെയാണ്, ഭർത്താവ് എവിടെയാണ്? അല്ലാഹുവേ, നമ്മളോടൊപ്പം നമ്മുടെ ഉമ്മയുണ്ട്. ഇത് പറയുമ്പോ എന്നോട് വെറുപ്പ് വെക്കാനല്ല, ഇത് പറയുമ്പോഴെന്നോട് നിങ്ങൾ പിണങ്ങാനല്ല. അല്ലാഹുവേ, നമ്മുടെ അരികത്ത് നമ്മുടെ ബാപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാ നമ്മുടെ പെണ്ണിനോട് ചോദിക്കും, നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് ചോദിക്കും, അല്ല മോളെ, ഉമ്മ ഭക്ഷണം കഴിച്ചോ, ബാപ്പ ഭക്ഷണം കഴിച്ചോ, അവര് പട്ടിണിയാണോ എന്നവിടന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരാറുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഭർത്താക്കന്മാരോട് ചോദിക്കുകയാ, നീ മടങ്ങി വന്നിട്ട് നിന്റെ പെണ്ണിനോട് ചോദിക്കാറുണ്ടോ, ഇന്ന് നീ നിന്റെ ഉമ്മാനെ വിളിച്ചിരുന്നോ, നിന്റെ ബാപ്പയെ വിളിച്ചിരുന്നോ, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അവർക്ക് വല്ല കുഴപ്പവുമുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട അലി
ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, മോനെ നിന്റെ പെണ്ണിന്റെ ഉമ്മയെന്ന് പറയുന്നത് അത് നിന്റെ ഉമ്മയാ. പെണ്ണിന്റെ ബാപ്പയെന്ന് പറയുന്ന അമ്മായി കാക്കയല്ല, അത് നിന്റെ ബാപ്പയാണ്. അവരെ ഉമ്മയാണ്, അവർ നിന്റെ ഉമ്മയാണ്, അവർ നിന്റെ ബാപ്പയാണ്. അതുകൊണ്ട് നിന്റെ ഉമ്മാക്ക് നീ കൊടുക്കുന്ന സ്നേഹവും നിന്റെ ഉമ്മാക്ക് നീ കൊടുക്കുന്ന മാനവും അത് നിന്റെ ഭാര്യയുടെ ഉമ്മക്ക് നീ കൊടുക്കണം. എന്തുകൊണ്ട്? നിന്റെ ഭാര്യയെ തൊട്ടാൽ നിനക്ക് ഒതുമുറിയും, പക്ഷേ ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാ ഒതുമുറിയില്ല. എന്തേ കാരണമെന്നറിയോ? അവർക്ക് നിന്റെ ഉമ്മയുടെ സ്ഥാനം അല്ലാഹുവിന്റെ ദീന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവര് രോഗമായി കിടന്നാൽ നിന്റെ പെണ്ണിനെ പറഞ്ഞു വിടേണ്ടുന്ന ചുമതല നിനക്കുണ്ട്. കാരണം എന്താ? എത്ര കൊല്ലമാണ് നിന്റെ പ്രിയപ്പെട്ടവളെ അവര് വളർത്തിയത്, എത്രയാണ് അവര് മുത്തിയത്, എത്രയാണ് അവര് ഭക്ഷണം കൊടുത്തത്, എത്രയാണ് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല നീയത്തോടെ കേട്ടാൽ അൽഹംദുലില്ലാ നിങ്ങൾക്ക് വിജയിക്കാം. എന്റെ പുന്നാര സഹോദരങ്ങളെ, ഞാൻ ഇത് വെറുതെ പറയല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഇന്നൊന്നും കൊണ്ട് ചോദിച്ചു നോക്ക്, മോളെ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ നിന്റെ ഉമ്മയെ കാണാൻ പോവാൻ? ഒരിക്കലും ഇല്ല എന്ന് പറയില്ല, ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. അവരൊക്കെ പറയും എനിക്ക് എന്റെ ഉമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എന്റെ ബാപ്പയെ കാണാൻ ആഗ്രഹമുണ്ട്. അല്ലേ? എന്റെ മുത്തുമുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ വെറുതെ ആകരുത്. ഈ പറയുന്ന ഓരോ നസീഹത്തും നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടാണ്, ഇല്ലേ? നമ്മൾ അങ്ങനെ ആയി മാറണം. നമ്മുടെ ഭാര്യമാരോട് അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. അപ്പോഴാണ് അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ കഴിയുന്നത്. അവരുടെ കണ്ണുനീരും അവരുടെ വിഷമവും നമ്മൾ മാറ്റണം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഭാര്യയുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നീട് അവിടെ നിന്ന് പഠിപ്പിക്കുന്ന എന്താ? തന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നവളാണെങ്കിൽ ഇവിടെ 60 വയസ്സ് ഇവിടെ വിഷയമല്ല, 70 വയസ്സ് ഇവിടെ വിഷയമല്ല. എന്തിനേറെ ബഹുമാനപ്പെട്ട ബീബി ഖദീജ മക്കത്തുതി മദിമൊത്ത് മുഹമ്മദിലാശ പൂത്ത് മുന്തിയ റാണി ഖദീജ ബീവി ഏറെ കാത്ത് മാളിക മുകളിൽ കയറിയിരുന്ന ബീവി പാർത്ത് മുത്ത് റസൂലെ കണ്ടൊരു നേരം കൽബില്ലാറ്റ് മക്ക പ്രമാണികളെമ്പാടും കെട്ടു പറഞ്ഞു നടന്നാനേ. മക്ക പ്രമാണികളെമ്പാടും കെട്ടു പറഞ്ഞു നടന്നാനേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ മക്കക്കാരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും സമ്പത്തുള്ളവരും അവിടെ നിന്ന് കെട്ടു പറഞ്ഞു നടന്നാൻ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കെട്ടിക്കോട്ടെ എന്ന്, അല്ലേ? ഞാൻ ഖദീജ ബീവിയെ ഒന്ന് കെട്ടിക്കോട്ടെ എന്ന്, അല്ലേ? മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഖാത്തിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞു മുത്ത് റസൂലുള്ള വന്നു, കല്യാണാലോചനയ്ക്കായി ബീവി തുനിഞ്ഞു. കച്ചവടക്കാര്യമാണ് ഏറ്റവും സന്തോഷമാണ്, കാര്യമാബൂ ത്വാലിബിനും സമ്മതമാണേ, സമ്മതമാണേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെയാ. ഖദീജ ബീവിക്ക് സങ്കടാണെന്ന് അറിഞ്ഞാൽ അരികത്ത് പോയിരിക്കും. ഇവിടെ വിഷയമല്ല, വിഷയമല്ല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ ഇരിക്കുകയാണ്. പടച്ചവനെ, ശരീരങ്ങളൊക്കെ ചുക്കുചുളിഞ്ഞു പോവുകയാണ്. വയോവൃദ്ധയായ ഒരു പെണ്ണല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹ്
അവിടുന്നതാ ശരീരത്തെല്ലാം രോഗം പടർന്നു പിടിച്ചു. കട്ടിലിൽ കിടക്കുമ്പോ സ്നേഹമുള്ള ഭർത്താവ് ഖദീജ ബീവിയുടെ അരികത്ത് വന്നിരിക്കുകയാണ്. അരികത്തിരുന്നിട്ട് ഖദീജ ബീവിയുടെ വിരലിങ്ങനെ ചേർത്ത് പിടിച്ചു. ചോദിക്കുന്ന ഖദീജ, എന്തു പറ്റി ഖദീജ? ഈ ഇരിക്കുന്ന മുഹമ്മദിനോട് വിഷമമുണ്ടോ ഖദീജ? വെറുപ്പുണ്ടോ ഖദീജ? പടച്ചവനെ, ശുഅബ് ബി താലിബിന്റെ മലഞ്ചെരുവില് എത്രയോ ദിവസങ്ങൾ എന്റെ ഖദീജ പട്ടിണി കിടന്നിരുന്നു. എത്രയോ ദിവസങ്ങൾ എന്റെ ഖദീജ വിശപ്പ് സഹിച്ചുകൊണ്ട് കിടന്നിരുന്നു. എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്നോട് വല്ല പിണക്കവുമുണ്ടോ ഖദീജ? അല്ലാഹ്, ഒരു ഭർത്താവ് കേൾക്കേണ്ട വിഷയം. അസുഖമായി കിടക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഇപ്പോ ഭാര്യക്ക് 60 വയസ്സായി, 60 അല്ലെങ്കിൽ 50 വയസ്സായി, 30 വയസ്സായി, അല്ലെങ്കിൽ പിന്നെ 45 വയസ്സായി, അങ്ങനെയുള്ള ഭാര്യ ഇപ്പൊ രോഗിയായി കിടക്കുമ്പോ പിന്നെ വലിയ ആൺമക്കളുണ്ട്, വലിയ പെൺമക്കളുണ്ട്. അത് മക്കൾ തിരക്കിക്കോളും, മക്കൾ അന്വേഷിച്ചോളും, മക്കൾ നോക്കിക്കോളും. ഒരിക്കലും അങ്ങനല്ല, ഒരിക്കലും അങ്ങനല്ല. ഭർത്താവാകുന്ന നിങ്ങൾക്കൊരു കടമയുണ്ട്. അവരുടെ അരികത്ത് പോകൽ, അവരോട് സംസാരിക്കൽ, അവർക്ക് അസുഖമാണോ എന്ന് തിരക്കൽ, എല്ലാത്തിലും ഒരു ഭർത്താവിന്റെ ആനുകൂല്യം ഉണ്ടാകണം. നിങ്ങൾ ഇനി എവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഭാര്യയോട് പറയാം, മോളെ ഒരുങ്ങ്, നമുക്ക് പോകാം, ഞാൻ വണ്ടി വിളിക്കാം. നിങ്ങൾ ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സന്തോഷകരമായിട്ട് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല. അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല, അതിനേക്കാൾ ആനന്ദം മറ്റൊന്നുമില്ല. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിര്. അല്ലാഹുവിന്റെ ഭർത്താവ് അങ്ങനെ ചോദിച്ചല്ലോ. റസൂലുള്ളാഹി തങ്ങൾ അരികത്ത് പോയിരുന്നു. എന്നിട്ട് വിരലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഖദീജ, കരയല്ലേ മോളെ, കരയല്ലേ മോളെ, എന്ത് വിഷമമുണ്ടോ ഈ മുഹമ്മദിനോട് പറയുമോ? മുഹമ്മദിനോട് വെറുപ്പുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ എത്ര വയസ്സായെന്ന് ചിന്തിക്കണം. ശരീരങ്ങൾ ചുക്കുചുളിഞ്ഞു പോയ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് പോയിരിക്കുകയാണ്. ഇല്ലേ, അള്ളാഹുവിന്റെ ദീനിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഉസ്താദേ, മക്കൾ കാണുമ്പോ പ്രശ്നമല്ലേ? അള്ളാഹുവേ, ഭാര്യയുടെ കൈയൊന്ന് കോർത്ത് പിടിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? ഫഇദാ അഖദ ബികഫിഹാ തസാഖത് ബിദുനൂബിഹിമാ ബിഖിലരി അസാബിഹിമാ. പടച്ചവനെ, നടക്കാൻ കഴിയാത്ത ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയുടെ കാലിൽ നീര് കെട്ടിയിരിക്കുകയാണ്, ഭാര്യ ഗർഭവതിയാണ്, നടക്കാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാരാ, നിന്റെ കൈയൊന്ന് കൊടുക്കണം, നിന്റെ വിരലൊന്ന് കൊടുക്കണം, എന്നിട്ട് നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കണം. അങ്ങനെ പിടിച്ചാൽ ഒരിക്കലും നഷ്ടമാകൂല. നിന്റെ ഭാര്യയുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിക്കുമ്പോ, അല്ലാഹുവേ, ആ വിരലുകളുടെ ഇടകളിലൂടെ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങള് അല്ലാഹു എടുത്തു കളയുമെന്നാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്തിനാ നമ്മൾ പേടിക്കാം? എന്തിനാ നമുക്കിപ്പോ ഒരു നാണക്കേട്? ഭാര്യക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ വല്ലാത്ത പനിയാ, നിന്റെ കൈയൊന്ന് കൊടുക്ക്, ഇതി പിടിച്ചെഴുന്നേറ്റോ. ആ സാധുവിന് എഴുന്നേക്കാൻ പോലും കഴിയില്ലെങ്കിലും അവിടുന്ന് പിടിച്ചെഴുന്നേക്കുമ്പോ പോലും ഒരു കൈ സഹായത്തിന് പോകാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. എന്തിനേറെ ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയം ആ പ്രിയപ്പെട്ടവളെ ഒന്ന് സഹായിക്കാൻ പോകാത്ത എത്ര ആളുകളുണ്ട്, ഇല്ലേ? അപ്പൊ ചില ആളുകൾ പറയാം, മൊയ്ലാര് ഭയങ്കര അനുഭവമാണല്ലോ. ഞാൻ അനുഭവത്തിന്റെ കഥ അല്ലേ പറയണത്. മനുഷ്യന്റെ ജീവിതം പറയാൻ, മനുഷ്യന്റെ ജീവിതം പറയാൻ നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യത്തിൽ നമുക്ക് സന്തോഷകരമായിട്ട് കടന്നു വരണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് തന്റെ ഭർത്താവ് ചെയ്യേണ്ടുന്നത് ആ കൈയൊന്ന് കൊടുത്തു. കഴിഞ്ഞില്ല, പിന്നെയോ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഇനി ഒരു ഭർത്താവ് ചെയ്യേണ്ടുന്ന കാര്യം ഏതെന്നറിയോ? ഒരല്പസമയമെങ്കിലും കാരുണ്യത്തിന്റെ നോട്ടം നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കലാണ്. നല്ല ഉഷാറായി. എന്ത് കാരുണ്യത്തിന്റെ നോട്ടം? നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു മിനിറ്റ് ഭാര്യ അവിടെ ഇരിക്കാൻ, ഭാര്യ അവിടെ ഇരിക്കാൻ. അപ്പൊ നമ്മള് പോയിട്ട് ഇങ്ങനെ നോക്കാം,
എന്ത് നോട്ടം? ചില ആൾക്കാർ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിലുണ്ട് ഇടിയും ബഹളവും ചീത്തവിളിയും പള്ളുവിളിയും എന്തൊക്കെ പറയാൻ പറ്റും അത് മുഴുവനും ആ നോട്ടത്തിൽ അറിയാം. ഭർത്താവിന്റെ നോട്ടത്തിൽ അതൊക്കെ എന്ത് ചെയ്യും? പെണ്ണ് ഊഹിച്ചെടുത്തോളും ഇല്ലേ? പിന്നെ അവരവിടെ നിൽക്കൂല. പിന്നെ അവരോട് അപ്പൊ ഓടികൾ എന്താ കാരണം എന്നറിയോ? സുബ്ഹാനല്ലാഹ്. കാരണം അവർക്കറിയാം ആ നോട്ടം പന്തികേടാണ്. അതേസമയം നല്ല സ്നേഹത്തിൽ ഇന്നിപ്പോ എനിക്കറിയാം ഒരുപാട് യുവാക്കൾ എന്നോടൊപ്പം ഉണ്ട് ഈ വിഷയം കേൾക്കാൻ. അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഇത് എവിടെങ്കിലും പെണ്ണിന്റെ കൂടെ എന്റെ കൂടെ ഇന്നലെ ഒരാൾ വിളിച്ചു, സാറേ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് കേൾക്കൂല കേട്ടോ, എന്റെ വണ്ടിക്കകത്ത് പോയിരുന്ന് കേൾക്കും, എവിടെന്നാലും മതി കേട്ടാ മതി. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ മൂപ്പരിപ്പം അറിഞ്ഞാണോ അല്ലോ അടച്ചോനെ. അപ്പൊ ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടിട്ട് മൂപ്പരെങ്ങാണെന്ന് ഇങ്ങനെ പോയിട്ട് ഭാര്യയുടെ മുഖത്ത് ഇന്നലെ വരെ അങ്ങനെ നോക്കിയിട്ടില്ല. അസ്സലാമു അലൈക്കും. അപ്പൊ ഭാര്യ വട്ട ഇന്നലെ അവരില്ലാത്തൊരു കാര്യം ആദ്യമായിട്ട് കാണാൻ ഇല്ലേ? എന്നാൽ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടം തന്റെ ഭർത്താവ് നോക്കിക്കഴിഞ്ഞാലോ, ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ. ഇന്നർ റജുല നിശ്ചയമായിട്ടും ഒരാള് ഭർത്താവ് ഇദാ നളറ ഇംറഅതിഹി തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ വനളറത് ഇലൈഹി അല്ലാഹുവേ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ സന്തോഷത്തിന്റെ നോട്ടം നോക്കിയാൽ നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ നളറല്ലാഹു ഇലൈഹിമാ. ആ ഭാര്യയുടെ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് അല്ലാഹുവേ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചില്ലറ കാര്യമല്ല. ഫഇദാ അഖദ ബികഫിഹാ തസാഖത് ബിദുനൂബിഹിമാ ബിഖിലലി അസാബിഹിമാ. അതാണ് അള്ളാന്റെ പ്രവാചകരും അവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്. മുസ്തഫ നബി തങ്ങൾ ചെയ്തത് ഖദീജ ബിബി ഇങ്ങനെ കിടക്കാൻ പോയിട്ട് ഇങ്ങനെ വിരലിങ്ങനെ ചേർത്ത് പിടിച്ചു. ഖദീജ, എന്തെങ്കിലും വേദനയുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദീനെ പേക്കാനം അജാബല്ലാഹ് മാലിനി മണിയായ. അങ്ങനെ എത്രയോ ഖദീജ ബീവിയെ പറ്റി നല്ല നല്ല അടിപൊളി രസമുള്ള മധുഗാനങ്ങളുണ്ട് ഇല്ലേ? അതൊക്കെ ഏറ്റവും കൂടുതൽ സോങ് എന്നിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ബഹുമാനപ്പെട്ട ഖദീജ ബീവിയെ പറ്റിയാണെന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ നമ്മൾ കടന്നു വരണം. ഒന്ന് നമ്മൾ ഭാര്യക്ക് നമ്മൾ കൈകൊടുത്തുകൊണ്ട് സഹായിക്കണം. പിന്നീട് വീട്ടിന്റെ ഉള്ളിൽ രോഗങ്ങളില്ലാതിരിക്കണോ, വിഷമങ്ങളില്ലാതിരിക്കണോ, സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളും ഇല്ലാതിരിക്കണോ? അതിനെന്ത് വേണമെന്നറിയോ? നിങ്ങളുടെ മക്കൾക്കും അല്ലാഹു രോഗം കൊടുക്കാതിരിക്കാൻ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി. ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കും ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്കും സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാര്യയുടെ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ പിന്നെ പ്രശ്നങ്ങളില്ല, ആ വീട്ടിന്റെ ഉള്ളിൽ പിന്നെ വഴക്കുകളില്ല, ആ വീടിന്റെ ഉള്ളിൽ സമാധാനക്കേടില്ല, ആ വീട്ടിന്റെ ഉള്ളിൽ കണ്ണീരുകളില്ല, ആ വീടിന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ വഴികളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ്, അവരെ വെറുപ്പിക്കാതെ അവരോട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നോ. എന്നാൽ നിങ്ങൾ കൊടുക്കുന്നതിന്റെ 10 മടങ്ങ് സ്നേഹം നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് തരുമെന്നാണ്. ഭർത്താവ് എങ്ങനെയാണോ ഭാര്യയോട് നിൽക്കുക അതേപോലെ തിരിച്ചുണ്ടാവുള്ളൂ.
നിങ്ങൾ എത്രയോ ആളുകൾ അവിടെ നിന്ന് മിണ്ടാതിരിക്കുന്നാല് അതുപോലെ ഉണ്ടാവൂല. നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ഭാര്യ. നിങ്ങൾ എന്ന് പോകുമ്പോഴും ഭാര്യയോട് ചെന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വർത്താനം പറയുമ്പോ അതേ പുഞ്ചിരിയോടുകൂടി അവർ നമ്മളോട് വർത്താനം പറയും. ഭാര്യയോട് നമ്മളിപ്പോ ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞു നോക്ക്, അതിന്റെ 10 മടങ്ങായിരിക്കും. നമ്മൾ പറയുമ്പോൾ നല്ല സ്ട്രോങ്ങിലായിരിക്കും, അതിന്റെ ഇപ്പൊ ഡബിളായി കിട്ടും. അതേസമയം നമ്മൾ നല്ല സ്വഭാവത്തോടെ നമ്മൾ കടന്നു പോയാൽ അതിനേക്കാൾ ഏറ്റവും നല്ല മെച്ചത്തിൽ അവർ നമ്മളോടൊപ്പം കടന്നു വരും. എന്റെ വാക്കല്ല ഇത് ഒരിക്കലും. എത്ര നമ്മൾ ഇന്നും നാളെയൊക്കെ ഭർത്താവിനെ പറ്റി പറഞ്ഞാൽ അവസാനിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ മനസ്സിലാക്കണം, അവരെ ഒരിക്കലും നമ്മുടെ ഭാര്യമാരെ നമ്മൾ വെറുപ്പിക്കരുത്, കുറ്റപ്പെടുത്തരുത്, സ്നേഹം കൊടുക്കണം. അല്ലേ? ഒരു വീട്ടിൽ കഴിയുന്നവർ തന്നെ പരസ്പരം മിണ്ടാതെ എടുക്കാതെ പിണങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അതെത്രയാണ്, അത് ആരിലൊക്കെ ബാധിക്കും? മക്കളിൽ, സഹോദരങ്ങളിൽ, കൂടപ്പിറപ്പുകളിൽ ഇല്ലേ? അങ്ങനെ ബാധിക്കും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഞാൻ പറയാൻ, നിങ്ങൾ ഇന്ന് രാത്രി ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾ പിണങ്ങി കഴിയുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞ് മിണ്ടി ഏറ്റവും നല്ല കോലത്തിൽ മുന്നോട്ട് പോകും. അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങട്ടെ. ഇല്ലേ? ഒരു വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരൂല്ല. ചില വീടുകളുടെ അകത്തട്ടില് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരൂല്ല. അത് ഏത് വീടെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കിടക്കുന്ന വീട്. ആ വീട്ടിൽ അല്ലാഹു തആല കൊടുക്കുന്നത് ഹമ്മല്ല തങ്കത്തിയു അബദാ. ഹമ്മല്ല തങ്കത്തിയോ അബദ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തരും. എത്ര കടങ്ങൾ വീട്ടിയാലും അത് കഴിയില്ല. അതിന്റെ ഡബിളായി കൂടിക്കൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ പിണങ്ങി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ കാവൽ ആ വീട്ടിന്റെ ഉള്ളിൽ ലഭിക്കില്ല. അല്ലേ? എത്രയോ വർഷങ്ങളോളം, അല്ലെങ്കിൽ കൊല്ലങ്ങളോളം, അല്ലെങ്കിൽ മാസങ്ങളോളം, ആഴ്ചകളോളം, ദിവസങ്ങളോളം പരസ്പരം മിണ്ടാതെ കഴിഞ്ഞുകൂടുന്ന എത്ര കുടുംബങ്ങളുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ അത് മാറ്റണം. മാറ്റിയെടുത്തിട്ട് എന്തിനാ അവൻ പറയുന്നത് എന്ന് ചിന്തിക്കാതെ നല്ല നീയത്തോടെ പടച്ചവനെ ഞാൻ നാളെ മരിക്കണ്ടേ എന്നായാലും നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. ആറടി മണ്ണിലേക്ക് നമ്മൾ പോകണ്ടേ? അല്ലേ? നാളെ കിടക്കുന്ന വീട് അല്ലാ കബറന്ന മണ്ണറക്കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാളെ കിടക്കുന്ന വീട് അല്ലാ കബറന്ന മണ്ണറക്കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. കൂട്ടുകാരാരും ഇല്ലാത്ത യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. കൂട്ടുകാരാരും ഇല്ലാത്ത യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട് അല്ലാ കബറന്ന മണ്ണറക്കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വഹാദീനാ വമുസ്തഫാനാ മുഹമ്മദ്. കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലികുൽ മുലൂക്കായ അല്ലാഹ്, ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട
മുഅ്മിനുകളെ രക്ഷിക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കണ്ണീരുകൾ കൊടുക്കല്ലേ അല്ലാ, കഷ്ടപ്പാടുകൾ കൊടുക്കല്ലേ അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ആവലാതി കൊടുക്കല്ലേ അല്ലാ, വേവലാതി കൊടുക്കല്ലേ അല്ലാ. മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ അല്ലാഹ്, അടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഉസ്താദേ മക്കളില്ല ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ പറഞ്ഞവരുണ്ട്. മാലിക്കുൽ മുലൂക്ക അല്ലാഹുവേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, റഹ്മാനും റഹീമുമായ അല്ലാഹ്. ജോലി കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, ഞങ്ങളുടെ പുന്നാര മക്കള് ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന മക്കളാക്കണം പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അരുമ സന്താനങ്ങള് തലതിരിഞ്ഞു പോന്ന മക്കളാക്കല്ലേ അല്ലാ. ബാപ്പയും ഉമ്മയും പെട്ടെന്നൊന്ന് മരിച്ചാൽ കൊള്ളാമായിരുന്നെന്ന് പറയുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ വിട പറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, കൊളസ്ട്രോൾ പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഉള്ളവരുടെ കൊളസ്ട്രോൾ മാറ്റണേ അല്ലാ. ഷുഗർ പിടിച്ച് സങ്കടപ്പെടുന്നവരുണ്ട്, സങ്കടത്തെ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.